അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. ലിയാഖത്തല്ലേ? അതെ. ഞാന് കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു, മലപ്പുറത്തുനിന്ന് നസീർ. ആ നമ്മള് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകാണ്ട് പിന്നെ ഉസ്താദിനോട് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞാണ്ട് വെച്ചേന്നല്ലോ. ആ എന്താ തിരക്കിലാണോ? അല്ലല്ല, പറഞ്ഞോളി. അതിലിപ്പോ നമ്മള് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങള് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഖുർആനിൽ ഒരു കാര്യമുണ്ട്, മറ്റേ പറഞ്ഞത് സ്ത്രീകളെ കർഷകൻ കൃഷിയിടത്തില് എങ്ങനെ സംരക്ഷിക്കണം, അതുപോലെ പിന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതിന്റെ ബാക്കി വായിക്കണം എന്ന് പറഞ്ഞില്ലേ? ആ എങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സമീപിക്കാം എന്നൊക്കെ പറഞ്ഞേ ഉം. അതിന്റെ ബാക്കി. അപ്പൊ ആ കാര്യം ഞാൻ ഒന്ന് ചോദിച്ചേ. ആ അപ്പൊ ഉസ്താദ് തിരിച്ചു ചോദിച്ച്, പിന്നെ ഖുർആന് പറയുന്നത് ഇഷ്ടത്തോടെ സമീപിക്കണം എന്ന്, അല്ല. യുക്തിവാദികൾ പറഞ്ഞു അനിഷ്ടത്തോടെ ഇതിലേത് എടുക്കുന്നു ചോദിച്ച്. അപ്പൊ ഉം. നമുക്ക് ഉത്തരമില്ലാതായി പോയി. ഇഷ്ടത്തോടെ സമീപിക്കണം എന്നല്ല, നിങ്ങൾ ഇച്ഛിക്കും വിധം എന്നാണ്, ഇഷ്ടത്തോടെ എന്നല്ല. ഇഷ്ടത്തോടെ സമീപിക്കണം. ഇച്ഛ എന്ന് ഇഷ്ടത്തോടെ പറഞ്ഞാൽ അല്ല. എന്താണ്? അല്ലല്ല, ഏഹ് ഇച്ഛിക്കും വിധം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് തോന്നിയ പോലെ, നിങ്ങൾക്ക് നമ്മളിപ്പോ തോന്നണ പോലെ. ഉസ്താദ് പറഞ്ഞ അതിന്റെ കോണ്ടസ്റ്റുകൾ നോക്കണ. ഒരു പിന്നെ ഒരു ടെക്സ്റ്റും കോണ്ടക്സ്റ്റൊക്കെ ഒരു പ്രശ്നമല്ല. ദമ്പതികൾ തമ്മിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞതാണ്. ഞങ്ങള് എന്ത്? ഇന്ന ഇഷ്ടത്തോടെ നിങ്ങള് ഇന്ന ബന്ധങ്ങൾ വേണം എന്നുള്ളതേ, ഉം. അതിന് ആ ബന്ധം നിലനിൽക്കാനേ. അങ്ങനെയല്ല കാര്യമുള്ളത്. അത് അതായത് ദമ്പതികളോടല്ല അവിടെ പറയുന്നത്, ഭർത്താവിനോടാണ് പറയുന്നത്. അല്ല, രണ്ടാളും കൂടി ഉള്ള ഒരു സന്ദർഭത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് പറഞ്ഞ. അങ്ങനെയല്ല പറയുന്നത്. അതായത് ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ആളുകൾ വന്നിട്ട് ചില കംപ്ലൈന്റുകൾ പറഞ്ഞു. പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ളതാണ് അത് എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത്. അപ്പൊ അത് പിന്നിൽ നിന്ന് പ്രവേശിക്കുക എന്നുള്ളത് ഏത് അർത്ഥത്തിലാണ് എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അപ്പൊ എന്തായാലും എന്ത് ലൈംഗികതനെ പറ്റിയോ? അതെ. അങ്ങനെയല്ലല്ലോ ഉസ്താദ് പറഞ്ഞത്. ഒരു പിന്നെ കുടുംബ ബന്ധങ്ങളിലുള്ള ആ ഒരു കുടുംബ അടുപ്പം. ബന്ധമൊന്നും അല്ല. ഉസ്താദ് നിങ്ങളോട് പറയാൻ എന്തോ ലജ്ജ തോന്നിയതായിരിക്കും. അങ്ങനെ ഒരു പിന്നെ ഒരു എന്താ പിന്നെ പ്രകൃതി വിരുദ്ധ ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഈ പ്രവാചകനെ പഠിപ്പിക്കും. അതാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. അതിനെ കുറിച്ചാണോ അല്ലേ, അതല്ല പൊസിഷനെ കുറിച്ചാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഉസ്താദ് പറഞ്ഞപ്പോ ഇതാണ്. അത് ഒരു ബന്ധങ്ങൾ കാര്യമില്ല. കിതാബിലുള്ളതിനും വിരുദ്ധമായിട്ട് ഉസ്താദ് പറഞ്ഞത് സമ്മതിക്കൂല. ഇഷ്ടത്തോടെ സമീപിക്കണം നിങ്ങൾ പറഞ്ഞില്ലേ? അതേമാതിരി തന്നെയാണല്ലോ. ഇഷ്ടത്തോടെ അല്ല. ഇഷ്ടത്തോടെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടം, അതായത് ഒരു കാര്യത്തോട് ഇഷ്ടം വെച്ചുകൊണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇഷ്ടത്തോടെ അല്ല. നമ്മളിപ്പോ ഇഷ്ടത്തോടെ കുട്ടിയെ വാരി എടുത്തു എന്ന് പറഞ്ഞാൽ കുട്ടീനോട് ഒരു സ്നേഹം തോന്നി, ഒരു ഇഷ്ടം തോന്നിയിട്ട് എടുത്തു എന്നുള്ളത്. അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുട്ടീനെ എടുത്തോളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾക്ക് തല കീഴോട്ടായിട്ട് എടുക്കാം, തല മേപ്പിട്ടായിട്ട് പിടിക്കാം എന്നാണ്. അപ്പൊ എന്തോ നിങ്ങൾ മാറ്റി തിരിച്ചാണോ അതോ ഉസ്താദ് മാറ്റി തിരിച്ചു? ഉസ്താദ് മാറ്റി തിരിച്ചാണ്. നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അതിൽ പ്രവേശിച്ചു കൊള്ളുക എന്നാണ് ഖുർആൻ. ഇച്ഛിക്കും വിധം. അപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞത്? സെക്സിന്റെ കാര്യത്തിലാണ് എന്നാണ് മലയാളത്തിൽ പറഞ്ഞത്. അങ്ങനെ പറയോ? നിങ്ങൾ നോക്കാൻ ഖുർആനിലൊക്കെ നമ്മൾ ഇത്രയും പിന്നെ എല്ലാ കാലത്തേക്കും മാതൃക കാണിക്കാനായിട്ട് പിന്നെ അവതരിപ്പിച്ച ഒരു കിതാബില് നിങ്ങൾ പറഞ്ഞ മാതിരി ആവൂല. അത് നിങ്ങൾ അർത്ഥം വെക്കുന്നിടത്തുള്ള തകരാറായിരിക്കും. അത് അങ്ങനെ പറയോ? ഇത് ഇവിടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചതാണ്. ഞാൻ ചോദിച്ചിട്ട് നമ്മൾ ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് ആ ബന്ധം പിന്നെ എങ്ങനെ നല്ല ബന്ധം സ്ഥാപിക്കാനേ, ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ബന്ധം നന്നാക്കാൻ വേണ്ടി രക്ഷപ്പെട്ടു പോയത്. അല്ല, ഞാൻ പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെ നമ്മൾ ചോദിച്ചു. പിന്നെ അതുപോലെ നമ്മള് മറ്റേത് ചോദിച്ചേ. അപ്പൊ ഇതെന്നാ ഞാൻ ക്ലിയർ ചെയ്യാം. ഞാൻ പറഞ്ഞു ഉസ്താദിനോടേ, നിങ്ങള് പിന്നെ സംസാരിക്കുമെന്ന് ചോദിച്ചു ഞാനേ ഉസ്താദിനോടേ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വിമർശനങ്ങൾ വരുന്നുണ്ട് പല കാര്യങ്ങളിലും. അപ്പൊ നമ്മള് പണ്ഡിതന്മാര് അത് എന്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സാധാരണക്കാരെ ആളുകൾ വിളിക്കണ്, ചിലോല് നെഞ്ഞത്തടിച്ച് കരയണ്, ചിലോല് പൊട്ടിത്തെറിക്കണ്. അപ്പൊ അത് സാധാരണക്കാരനല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളെ പോലെ ഉസ്താദ്മാര് അത് ഒന്ന് ക്ലിയർ ചെയ്യണം, നിങ്ങളൊന്ന് വിളിക്കുമെന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞേ, ഞാൻ വിളിക്കാൻ 1/2 മണിക്കൂർ മതി പോലെ പൊളിക്കാൻ പിന്നെ എനിക്കെന്ന് പറഞ്ഞ ഉസ്താദ്. അതിന് വേറെ ഒന്നുണ്ട്. അല്ല, ഉസ്താദ് പറഞ്ഞേ ഇങ്ങനെ യുക്തിവാദികളോട് സംവദിക്കാൻ നിൽക്കരുത് എന്ന് പ്രവാചകന്റെ ഹദീസ് ഉണ്ടോ? അതുണ്ടാവും ചിലപ്പോ. യുക്തിവാദികളോട് സംവദിക്കാൻ നിൽക്കരുത് എങ്ങനെ പ്രവാചകൻ പറയാ? അങ്ങനെ ബഹുദൈവ വിശ്വാസികളോട്, ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാരോടും നസീഹത്ത് ചെയ്യണം, എല്ലാ ആൾക്കാരോടും പിന്നെ ദഅവത്ത് നടത്തണം. അതിനുവേണ്ടി ഏൽപ്പിച്ച ആളാണ് പ്രവാചകൻ. അല്ല, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ ഇങ്ങനെ പിന്നെ നിഷേധികളോട് പിന്നെ സംസാരിക്കരുതെന്നോ? പിന്നെ സംസാരിച്ച സംശയം കള്ളി വെളിച്ചത്താവും. അല്ല, അതല്ല, അത് അങ്ങനെ ആവൂലേ? അപ്പൊ അയാള് പുസ്തകം പറയണ ഇപ്പൊ അത് അന്ന് 1400 വർഷം മുമ്പ്
ഒരു പിന്നെ ആ പ്രവാചകന്റെ ആ പ്രവചനം ഇപ്പൊ വഹാബികൾ അത് പാലിക്കാതെ സംവാദത്തിന് പോയതുകൊണ്ടാണ് ഇസ്ലാമിന് ക്ഷീണം വരുത്തുന്നതാണ് പറയണത്. അത് ചിലപ്പോ ശരിയായിരിക്കും. കാരണം എന്താ വെച്ചാലേ ഈ സാധനം ഇത് ആൾക്കാരോട് പറയാൻ പറ്റുന്ന ഒരു സംഗതി ഒന്നും അല്ലല്ലോ. അല്ല, ഞാൻ എന്നാലും 1400 വർഷം മുമ്പ് ഇങ്ങനെ പ്രവചിക്കാൻ കഴിഞ്ഞാൽ അതൊരു അത്ഭുതമല്ലേ? കാരണം ഈ കാലത്ത് ഇങ്ങനെയൊക്കെ വിമർശകർ വരും, യുക്തിവാദികൾ ഇങ്ങനെ വിമർശനമായിട്ട് വരും എന്നുള്ള കാര്യങ്ങളും വഹാബികളെ പോലുള്ളവർ അത് ഈ കാലത്തല്ല ആ കാലത്ത് തന്നെ വിമർശിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്താ പ്രവചിക്കാനുള്ളത്? ആ കാലത്ത് മത നിഷേധികള് അങ്ങനെ വിമർശിക്കാൻ നിന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മതനിഷേധികൾ എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് അംഗീകരിക്കാത്തവർ എന്നാണ് അർത്ഥം. അല്ലാതെ ഒരു മതവും ഇല്ലാത്ത എത്തിയിസ്റ്റുകളെ കുറിച്ചല്ല. ഇസ്ലാം മതനിഷേധം മുഹമ്മദ് നബി നിഷേധികൾ എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവാത്തവരെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു ഉസ്താദിനോട് അപ്പൊ ഇങ്ങനെ സംസാരിക്കാന്ന്. ഞാൻ നിങ്ങൾക്ക് പിന്നെ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എഴുതിയിട്ടുള്ള ഖുർആൻ തഫ്സീർ ഉണ്ട്, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം. അതിന്റെ 1-ാം വോള്യത്തില് നമ്മൾ എഴുതിയതല്ല കേട്ടോ. ഇത് ഖുർആൻ ബക്കറയിലെ 223-ാമത്തെ വചനമാണ്. നിസാഉക്കും ഹർസുല്ലക്കും എന്നാണ്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു എന്നാണ്. അതായത് നിങ്ങളുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരോട് പറഞ്ഞു കൊടുക്കണത്. മനസ്സിലായോ? നിങ്ങളെ ഭാര്യമാര് പറഞ്ഞാൽ നിങ്ങളെ കൃഷിസ്ഥലം പോലെയാണ്. അതിനാൽ ഫഅ്തു ഹർസക്കും, അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ സ്വന്തം കൃഷിസ്ഥലത്തേക്ക് നിങ്ങൾക്ക് ചെല്ലാം. ഓക്കെ, അതിൽ പ്രവേശിക്കുക എന്നാണ് കേട്ടോ. മനസ്സിലായോ? ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതിനെക്കുറിച്ച് ഇതിന്റെ തഫ്സീർ ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. സ്ത്രീ പുരുഷന്മാരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ആകർഷണ ശക്തിയായി അവരുടെ പ്രകൃതിയിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. കേവലം ശാരീരികമായ സുഖ സന്തോഷങ്ങളിൽ ആറാടുകയാൻ വേണ്ടിയല്ല അള്ളാഹു അത് അവർക്ക് നൽകിയിട്ടുള്ളത്. അതിലും എത്രയോ ഉത്തമമായ ഒരു ധർമ്മത്തെ സംരക്ഷിക്കേണ്ടതിന് മനുഷ്യ വംശത്തെ നിലനിർത്തിക്കൊണ്ട് പോരേണ്ടതിന് പ്രേരണയായിട്ടാണ് അള്ളാഹു അവർക്ക് ആ ശക്തി നൽകിയിട്ടുള്ളത്. അതിനെ തോന്നിയ പോലെ ഉപയോഗിച്ച് മറ്റു ധർമ്മങ്ങൾക്ക് ദോഷമുണ്ടാക്കുകയും അങ്ങനെ സ്വന്തം ജീവിതം പ്രയോജനശൂന്യമാക്കി കളയുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി വിവാഹധർമ്മം കൊണ്ട് അതിനെ അള്ളാഹു നിയന്ത്രിച്ചിരിക്കുന്നു. ഓക്കെ, ധാന്യോൽപാദനത്തിന് കൃഷിസ്ഥലം എപ്രകാരമാണോ അപ്രകാരമാണ് സന്താനോൽപാദനത്തിന് സ്ത്രീകൾ. സന്താനോൽപാദനത്തിന് പരിഭാഷയിൽ അല്ലാത്ത വ്യാഖ്യാനാണ് ഇത്. ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പൊ വായിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ മുണ്ടം പിന്നെ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ, അതായത് നമ്മുടെ നാട്ടിലെ സുന്നികൾ അംഗീകരിക്കുന്ന, അതായത് വഹാബികൾ ഉണ്ടാക്കിയ തഫ്സീറിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി വളരെ വൃത്തിയായിട്ട് ഉണ്ടാക്കിയ ഒരു തഫ്സീറാണ്. അപ്പൊ അതിൽ പറയുന്നത് കൃഷി, അതായത് ധാന്യോൽപാദനം, ഒരു കൃഷിസ്ഥലം, കർഷകൻ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് സ്ഥലം എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേപോലെ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് സന്താനോൽപാദനത്തിനുള്ള ഒരു വസ്തുവാണ്. അതേപോലെ തന്നെ നോക്കോ അതായത് കൃഷി ഉൽപാദനത്തിന് ഉപയുക്തമായ സ്ഥാനത്തും സമയത്തും കർഷകൻ വിത്തിറക്കുന്നത് പോലെ സന്താനോൽപാദനത്തിന് ഉപയുക്തമായ സ്ഥാനത്തും സമയത്തും തന്നെ സംയോഗം ചെയ്യേണ്ടതാണ്. കർഷകൻ ഇഷ്ടപ്പെടുന്ന ഏതു രൂപത്തിലും അവന്റെ കൃഷിസ്ഥലം ഉഴുത് ഉപയോഗപ്പെടുത്താവുന്നത് പോലെ അവൻ ഇഷ്ടപ്പെടുന്ന ഏത് രൂപത്തിലും സംയോഗം ചെയ്യാവുന്നതാണ്. അല്ല, ഇത് ഞാൻ ചോദിക്കണതല്ല. ഖുർആനിൽ ഇപ്പൊ ഈ പ്രകൃതി വിരുദ്ധമായ ലൈംഗികതനെ പറ്റിയൊക്കെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പറയുന്നതാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞപ്പോ ഈ ഖുർആൻ വചനത്തിന് ഈ വിശദീകരണങ്ങളിൽ പറയുന്നത് ഇത് സന്താനോൽപാദനത്തിന് ഉതകുന്ന തരത്തിൽ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഏനൽ ഉപയോഗിക്കരുത്, അത്രേ ഉള്ളൂ. അതല്ലാത്തത് എന്തും അങ്ങനെ ഇങ്ങനെ എങ്ങനെ അങ്ങനെ, മനസ്സിലായോ? അത് ഇയാളുടെ ഇഷ്ടമാണ്. ആരുടെ? പുരുഷന്റെ ഇഷ്ടം. സ്ത്രീകളെ കുറിച്ച് പറയണത് ഖുറാന്റെ വചനം എന്താന്ന് വെച്ചാല്, നിങ്ങളിൽ ഉത്തമയായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അനുസരണശീലമുള്ളവരാണ്. അല്ല, അത് ഇപ്പൊ സ്ത്രീകൾ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നമ്മള് നല്ല കുടുംബ ബന്ധങ്ങളിലൊക്കെ കാണുന്ന. അനുസരണ ഇല്ലാത്തടത്തൊക്കെ എന്നും പ്രശ്നങ്ങളല്ലേ? അങ്ങനെയല്ലല്ലോ നമ്മൾ ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം വെച്ച് പുലർത്തുന്നത്. അനുസരണ ഭാര്യ ഭർത്താവിനെ അനുസരിക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോ പൊതുവെ കാണുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കുടുംബ ബന്ധം നല്ല നിലക്ക് പറയുന്നത് ഇങ്ങനെ മതങ്ങൾ ഉണ്ടാക്കിയെടുത്ത ചട്ടക്കൂടാണ്. അനുസരണ ഇല്ലാത്ത രീതി പ്രവർത്തിക്കുന്ന കുടുംബങ്ങൾ എന്നും പരസ്പര ബഹുമാനോ സ്നേഹമല്ലേ വേണ്ടത്? അതന്നെ ആ നിലക്കന്നെ. അല്ലെ, അനുസരണക്കേട് ഉണ്ടാകുമ്പോഴാണല്ലേ ഈ പ്രശ്നങ്ങൾ വരിക. അനുസരണക്കേട് ഉണ്ടാകുമ്പോ തല്ലിക്കൊള്ളാനാ പറയണ ഖുർആൻ വേണമെങ്കിൽ, ആവശ്യം വരികയാണെങ്കിൽ.
തല്ലാനോ? കുട്ടികളല്ലേ നിസ്കരിക്കാത്തതിന്? കുട്ടികളെന്നല്ലേ? തല്ലല് എങ്ങനെയാ അത്? ഇതിൽ നിങ്ങൾ പറഞ്ഞത് പരിഭാഷയിലുണ്ടോ? പിന്നെ ഇതിന്റെ പരിഭാഷ അറബി തന്നെ ഉണ്ടല്ലോ. ഞാൻ നോക്കാം, ഏതായാലും അതൊന്ന് പരിശോധിക്കാം. ഞാൻ നിങ്ങൾ പറഞ്ഞൊന്നുകൂടി, ഞാൻ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ കിട്ടണം. അല്ല, ഉസ്താദ് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, നബിന്റെ ഒരു അധ്യാപനം ഉണ്ട് എന്നാ പറഞ്ഞത്. പിന്നെ അവരോട് സംസാരിക്കാൻ നിൽക്കുന്നത് പിന്നെ കരുത് എന്നുള്ള ഒരു അധ്യാപനം ഉണ്ട്. അതല്ല, നബി പറഞ്ഞതിലൊരു കാര്യം ഉണ്ടാവല്ലോ. നബി ഒരു പിന്നെ എത്രയും പ്രവചിക്കാൻ കഴിയുന്ന ഉള്ളുകളി പുറത്തിയാടുന്നുള്ളൂ. അല്ലാതെ മറുപടി ഇല്ലാത്തോണ്ടാണ് വിമർശിക്കരുത് പറഞ്ഞത്. വിമർശിക്കുന്ന ആൾക്കാരുടെ അടുത്ത് വിമർശിച്ചതിന്റെ പേരിൽ ആൾക്കാരെ കൊല്ലാൻ ഉത്തരവിട്ടത് അതുകൊണ്ടല്ലേ. വിമർശകരെ നേരിടേണ്ടത് ആശയപരമായി തന്നെയാണ്. അതിന് മൂല്യന്മാര് സംസാരിക്കൂലാറിന് വാതിലടച്ച് ഔത്ത് കുത്തുന്ന നടക്കൂലല്ലോ. ഇല്ല, അത് നടക്കൂല. അതന്നെ പറഞ്ഞു. ഞാൻ പറയില്ല, സാധാരണക്കാരിപ്പോ നമ്മളിപ്പോ നിങ്ങൾക്കായാലും ആരിഫിനൊക്കെ വിളിച്ചു കാണ്ട് ഇപ്പൊ നെഞ്ഞത്തടിക്കലും പൊട്ടിത്തെറിക്കലും ഒക്കെ കാണുകയാണ് നമ്മള് ഇപ്പൊ സ്ഥിരം. അല്ല, ഞാൻ ഉസ്താദ്മാര് പറയണത് ഞങ്ങൾ ഓലോട് സംസാരിക്കൂലെന്ന്. നിങ്ങൾ ഓല് സംസാരിച്ചാൽ ഇപ്പൊ നിങ്ങളോട് ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്. അത് രണ്ടാളും തമ്മിൽ പരസ്പര ഇഷ്ടത്തോടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ രണ്ടാളും പരസ്പരം ഒന്നും ഇതിനകത്തില്ല. ഇത് പുരുഷന് അനുവാദം കൊടുക്കാണ്. അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളിന്ന്. അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഈ വിഷയമാണ് അന്ന് അവിടെ പ്രശ്നം ഉണ്ടായത്. ഇതൊരു ഭാര്യ വന്ന് പരാതി പറയാണിതേ, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നു നബിയെ, ഞങ്ങൾക്ക് അതെ ഞങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന്. മനസ്സിലായോ? അല്ലെ, ഇസ്ലാമിൽ ഇപ്പൊ നബിക്കനി ഏതിപ്പോ സെക്സിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കല നിവൃത്തിയില്ല. കാരണം എല്ലാ കാര്യങ്ങളും മറ്റടുത്ത് അപ്പുറത്തുള്ളത് ഒരു മനുഷ്യനാണ് എന്നുള്ളതും അവർക്കും ചിന്തകളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണ വേണ്ടേ? അത് എന്നിട്ട് ഇവനെ വിളിച്ച് പറയാം. കംപ്ലൈന്റ് പറയാൻ വന്ന ആളോടല്ല, ആരെ കുറിച്ചാണോ കംപ്ലൈന്റ് അവരെ വിളിച്ചിട്ട് പറയണത് നിങ്ങൾക്കുള്ളതിനെ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോളി. ഏതായാലും ഞാൻ അതൊന്നും കൂടി ക്ലിയർ ചെയ്യാം. പിന്നെ നമ്മളെ രണ്ടാമത് ചോദിച്ചാൽ പിന്നെ നിങ്ങള് നമ്മള് കൊള്ള നടത്തി എന്ന് പറഞ്ഞ കാര്യങ്ങളെ യുദ്ധത്തില് ഇങ്ങനെ സ്ത്രീകളെ കുട്ടികളെ കൊള്ള ആ കാര്യങ്ങളെ പറ്റി ചോദിച്ചു. ഇങ്ങനെ ഒരു നമ്മളൊരു പിന്നെ ഒരു കൊള്ളക്കാരനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്, ഇത് എന്താണ് കാര്യങ്ങള് ഇന്ന ഹിസ്റ്ററി ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ യുദ്ധത്തിന്റെ കാര്യമാണ്. ഭൂമിശാസ്ത്രം അന്നത്തെ അവിടുത്തെ ഭൂമിശാസ്ത്രങ്ങള് അറിയാത്തോണ്ടാണ് ഇത് പറയണെന്നാ പറഞ്ഞത്. കാരണം ഒരു ചെറിയൊരു നാട്ടുരാജ്യം അല്ല, ഉസ്താദ് പറഞ്ഞ് വിശദീകരിച്ച് ഇങ്ങനെ ചെറിയൊരു നാട്ടുരാജ്യം അല്ലെങ്കിൽ ഒരു ഗോത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അടുത്ത ഗോത്രത്തിക്ക് എത്രയോ ദൂരം ഒട്ടകം നടന്ന ദൂരമുണ്ട് അന്നത്തെ കാലത്ത് മരുഭൂമിയിൽ അവിടെ. അപ്പൊ അവിടെ ഒരു യുദ്ധത്തിൽ പുരുഷന്മാര് കൊല്ലപ്പെട്ട സമയത്ത് അവിടെ സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ സ്വത്തൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോയാൽ നശിക്കല്ലാതെ അത് അവർക്കൊരു അതിജീവനം അവിടെ അതിജീവനം സാധ്യമാവില്ല. അപ്പൊ ഞാൻ ചോദിക്കണത്, അത്രയും ദൂരത്ത് കിടക്കുന്ന ഗോത്രത്തിന്റെ അടുത്തേക്ക് ഇവരെന്തിനാണ് വാളും കുന്തൊക്കെ എടുത്തിട്ട് രാത്രി ഇസ്ലാമിന്റെ പ്രബോധനം അത് കഴിഞ്ഞിപ്പോ എന്ത് പ്രതിബന്ധം ഉണ്ടെങ്കിലും അത് പ്രബോധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മതം ഉണ്ട്, ഇന്ന അള്ള ഇങ്ങനെ പറഞ്ഞയച്ചതാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതാ നിങ്ങളോട് പറയാൻ വന്നതാണ് പറയാ. അയാൾ എടുക്കുകയാണെങ്കിൽ എടുക്കുക. ഇപ്പൊ കലണ്ടർ വെക്കാൻ മദ്രസ കുട്ടികൾ വരൂലേ, അസ്സലാമു അലൈക്കും കലണ്ടർ വേണോന്ന് ചോദിക്കും. ചിലവര് പിന്നെ കലണ്ടർ വാങ്ങും, ചിലവര് പറയും വലൈക്കും അസ്സലാം കലണ്ടർ വേണ്ട നിങ്ങൾ പൊയ്ക്കോളി അറിയും. അപ്പോൾ തിരിച്ചു വരണം. അല്ലാതെ അവരോട് യുദ്ധം പെട്ടുന്ന എന്തിനാ? അല്ല തുടക്കല്ല, അതിന് പ്രതിരോധിക്കുമ്പോ പിന്നെ അവരെ ഒരു പ്രതിരോധമല്ലേ. അയലോക്കത്ത് ഇപ്പൊ നിങ്ങളെ പള്ളിയിൽ പോയിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ വന്നിട്ട് നോട്ടീസ് കൊടുക്കുകയും ഇതിനേക്കാളും നല്ല മതം ക്രിസ്ത്യാനിറ്റി ആണെന്ന് പറഞ്ഞാല് പള്ളിയിൽ എന്തേക്കും കഥ? അല്ല, അത് അവിടെ പ്രശ്നാവൂലേ? അതെ. അപ്പം ഇത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് പോലും പ്രശ്നമാവും. അപ്പൊ അന്നത്തെ കാലത്ത് എല്ലാവർക്കും അവരവരുടെ വിശ്വാസം പ്രധാനല്ലേ? അല്ല, അത് പിന്നെ അങ്ങനെ ഒരാളാണ് ഉസ്താദ് വിശദീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ ഉസ്താദ് പറഞ്ഞതുപോലെ അവിടെ ഇവരെ ആണുങ്ങളൊക്കെ കൊല്ലപ്പെട്ടു, പ്രശ്നമായി കഴിഞ്ഞു, പിന്നെ കുട്ടികളും സ്ത്രീകളും ഒറ്റക്കായി പോകൂല എന്നുള്ള ബേജാറാണെങ്കിൽ അവരെ അടിമകളാക്കല്ലല്ലോ ചെയ്യേണ്ടത്. അവരെ വേറെ അടിമകളായിട്ടല്ലല്ലോ അവര് അടിമകൾ എന്ന് പറയും ഇന്നത്തെ കാലത്ത്. നമ്മളിപ്പോ അടിമകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ അടിമകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവർക്ക് ശാരീരികമായിട്ട് ഉപയോഗിക്കാം, അവർക്ക് വേണ്ട തോന്നുമ്പോ ചന്തയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വില പറഞ്ഞു വിൽക്കാം. അവയവ പരിശോധന വരെ നടത്തിയിട്ടാണ് അടിമകൾ വിറ്റിരുന്നത്. പിന്നെ നമ്മളെ കാലഘട്ടം നോക്കണം. ഇപ്പൊ നമ്മളെ ചെറുപ്പത്തില് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം ഇസ്ലാമിന് പറയാൻ അർഹതല്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാല് എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായതാണ് ഇത് എന്നാണ് വാദം. അപ്പൊ പിന്നെ കാലഘട്ടം ഇസ്ലാം പറയാൻ പാടില്ല.
അല്ല ഇപ്പൊ നബിമാരിങ്ങനെ വന്നത് ഒരേ നബിയിൽ നിൽക്കാത്തത് ഇങ്ങനെ പരിഷ്കരിച്ച് വരാനാണല്ലോ ഇപ്പൊ ഓരോരോ അങ്ങനെയാണെങ്കിൽ ആവശ്യങ്ങള്. പിന്നെ ഒരു ഖാത്തമുൻ നബിന്റെ കാര്യമില്ലല്ലോ. ഈ അപരിഷ്കൃതമായ ഒരു കാലത്തല്ലല്ലോ ഖാത്തമുൻ നബി ഉണ്ടാവേണ്ടത്. അത്യാവശ്യം കാര്യങ്ങൾ ലോകവിവരമൊക്കെ അറിഞ്ഞതിന് ശേഷമല്ലേ ഖാത്തം ഉണ്ടാവുക. പിന്നെ ഖത്തം ഇടുന്നത് എപ്പോഴാ? നമ്മളിത് പൂർത്തീകരിക്കുന്നത് പിന്നെ ഒരു മര്യാദക്ക് ഒരു ചക്രം പോലും കണ്ടുപിടിക്കാത്ത കാലത്താണ്. അല്ല മനസ്സിലായോ? ശരിയാണ്. അങ്ങനെ പ്രശ്നമാണ്. അപ്പൊ അന്ന് ഉണ്ടാക്കി വെച്ചതാണ് ഏറ്റവും എല്ലാ കാലത്തേക്കുള്ള ഏറ്റവും ഉത്തമ മാതൃക എന്നും അന്ന് ഉണ്ടാക്കിയതാണ് ഏറ്റവും മികച്ച ജീവിത പദ്ധതി എന്നും പറഞ്ഞാൽ മണ്ടത്തരം തന്നെയല്ലേ ആവുള്ളൂ. പിന്നെ അള്ളാഹ് ഹലാലാക്കിയത് ഹറാമാക്കിയത്. ഇപ്പൊ അടിമത്തത്തിന്റെ പ്രശ്നങ്ങൾ എടുത്തു നോക്കിയേ. അടിമത്തം ഹലാലാണോ ഹറാമാണോ എന്ന് ഉസ്താദിനോട് ചോദിച്ചു നോക്കിയേ. ഉസ്താദിന് ഹറാമാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അറിയാം അടിമത്തം തിന്മയാണെന്ന്. അല്ല അടിമത്തം എന്നുള്ള നിലക്കല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്താ ഉസ്താദ് പറഞ്ഞത് എന്താ എന്നോട്? നമ്മളെ ചെറുപ്പകാലത്ത് അല്ല നമ്മളെ ചെറുപ്പകാലത്ത് ഇപ്പൊ വീട്ടുജോലിക്കാരും നിൽക്കുന്ന സ്റ്റാറ്റസ് അല്ല ഇപ്പൊ ഉള്ളത്. അല്ല അപ്പൊ ചെറുപ്പകാലത്തായാലും അല്ലെങ്കിലും നമ്മളിപ്പോ വീട്ടുജോലിക്ക് വന്ന ആൾക്കാരോട് പെരുമാറിയുന്ന രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് കൂലി കൊടുക്കുകയും ചൂഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇവരൊന്നും നമുക്ക് വേണ്ട തോന്നുമ്പോ നമുക്ക് പിടിച്ചോണ്ടുപോയി അപ്പുറത്ത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനോ മാറ്റി വാങ്ങാനോ പറ്റുമായിരുന്നു. ചന്തയിൽ കൊണ്ടുപോയി വിറ്റു എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് അതിന്റെ ഒരു ഇതായി പറയല്ലേ? എല്ലാന്ന് അതിപ്പോഴും ഇന്നത്തെ കാലത്ത് നിങ്ങള് ഫത്തുൽ മുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ കച്ചവടത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കുന്നതിൽ ഒട്ടുമിക്ക ഇടത്തും അടിമേനെയാണ് ഉദാഹരണം. അടിമേനെ കച്ചവടം ചെയ്യുമ്പോൾ ഏതൊക്കെ അവയവങ്ങൾ പരിശോധിക്കാം, എന്തൊക്കെ അവയവങ്ങൾ പരിശോധിക്കാം, ഏതൊക്കെയാണ്. ഇപ്പൊ ഞാൻ പറയാം, 2 സ്ഥലങ്ങൾ തമ്മിൽ വലിപ്പ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വില കുറയും എന്ന് വരെ ഫിഖയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വൃത്തികേട്. പിന്നെ അത് അടിമകളെ ദേഹപരിശോധന നടത്തുമ്പോ അല്ല അന്നത്തെ ഒരു വ്യവസ്ഥിതി പെട്ടെന്ന് ചിലപ്പോ നിർത്താനൊന്നും ഒരു പറ്റാത്തൊരു സാഹചര്യം അതൊക്കെ ഉണ്ടാവുമല്ലോ പെട്ടെന്ന്. തെറ്റാണെന്ന് പറയാൻ ഇപ്പം വ്യവസ്ഥിതി നിർത്തുന്നു വേണ്ടല്ലോ. അല്ല അത് പിന്നെ അടിമനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞാണല്ലോ. അതുകൊണ്ട് കാര്യമില്ല. അടിമനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. അത് തെറ്റാണെന്ന് തന്നെ പറയണ്ടേ. തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല അടിമത്തം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. തെറ്റായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പൊ ഒരു സ്ഥലത്തൊക്കെ മുഹമ്മദ് നബി പോയിട്ട് പിന്നെ പ്രബോധനം നടത്തിയപ്പോ അവിടെ യുദ്ധം ഉണ്ടായി, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിന്ന് പറഞ്ഞെ. വേറൊരു രാജാവിന്റെ അടുത്തേക്ക് പ്രബോധനത്തിന് ആളെ പറഞ്ഞയച്ചിട്ടേ അതിന് പകരം അടിമ 2 പെൺകുട്ടികൾ ഉൾപ്പെടെ കന്യകകളായിട്ടുള്ള 2 കുട്ടികളെ ഉൾപ്പെടെ സമ്മാനം കൊടുത്തയക്കുമ്പോ അത് സ്വീകരിച്ച നബിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുള്ളത്? അത് പിന്നെ ഭാര്യയായിട്ടല്ല, ലാസ്റ്റ് അതില് കുട്ടിയൊക്കെ ഉണ്ടായിക്കണല്ലോ. ഭാര്യയായിട്ടല്ല, അടിമേളയാണ് കൊടുത്തയക്കണേ. അടിമ ആയിട്ട് കൊടുത്തയച്ചോ? പിന്നെ അത് നബി ഭാര്യയായിട്ടല്ല സ്വീകരിച്ച. അടിമ സ്ത്രീകളെ ഭാര്യയാക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല ഭാര്യയായിട്ട് പറഞ്ഞാല് പിന്നെ അത് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വലിയൊന്നുമില്ല. ഭാര്യയായി കുട്ടിയായി എന്നല്ലേ വാദം. അപ്പൊ നിങ്ങള് മറ്റേ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പേരൊന്നും പറഞ്ഞ ആ പാട്ട് അറിയില്ലേ നിങ്ങക്ക്? അല്ല ഉണ്ട്. അതല്ല അത് അതില് ഇല്ലല്ലേ? അതിലുണ്ടോ? ആയിഷത്തും ഹഫ്സത്തും സൗദ. അല്ല അതിനതല്ല ഞാൻ പറയാ, സ്റ്റാറ്റസിന്റെ ഒരു വ്യത്യാസം കൊണ്ട് ചിലപ്പോ പണ്ഡിതന്മാരുടെ വ്യത്യാസം. ഇസ്ലാമിലെ ഭാര്യ ആണെങ്കിൽ മുത്തുനബിന്റെ ഭാര്യ പറഞ്ഞാൽ പിന്നെ ഉമ്മാത്തുൽ മുഅ്മിനീൻ വരണ്ടേ? അല്ല കുട്ടീനെ പ്രസവിച്ച ഭാര്യ എന്ന് പറയുമ്പോ പിന്നെ അതല്ല ഇപ്പൊ അത് ഭാര്യമാരെ ഇപ്പൊ നമ്മൾ ഈ ഉസ്താദ്മാര് പറയണ കണക്ക് അല്ലെങ്കിലും അതൊരു ക്ലിയർ ആണോ എന്നുള്ള ഒരു ഡൗട്ട്. ഇപ്പൊ നമ്മളെ പിന്നെ ഇപ്പൊ നിങ്ങളൊരു ഇതന്നെ നാളെ തന്നെ പിന്നെ പറഞ്ഞ സൗത്ത് പറഞ്ഞ ഒരു തോട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു ഇത് നിങ്ങള് വീഡിയോ കേട്ടിരുന്നല്ലോ. അപ്പൊ ആ ഒരു ഭാര്യ ഒന്നും ശരിക്കും അതില് കണക്കില് പറയണില്ല. അത് പക്ഷെ അന്ന് തന്നെ വിവാഹമോചനം ചെയ്തോണ്ടായിരിക്കാം. അല്ല അല്ല പിതാവ് അതിലൊന്നും ഒരു കഥയില്ല. അതായത് പിതാവ് വളരെ സമ്മതമില്ലാതെ കെട്ടിച്ചു കൊടുത്ത് പിന്നെ അത് ഇതാണല്ലോ ചെയ്തത്. ആ ചരിത്രം പറയുന്നിടത്ത് നമ്മൾ വായിച്ച കണ്ണ് തള്ളുന്ന തലം കുറെ സാധനങ്ങളുണ്ട് അറിയാം. അല്ല അത് അന്ന് നിങ്ങൾക്ക് തന്നെ വിശദീകരിച്ച് തന്നല്ലോ അന്ന്. അത് പിന്നെ ഒരു വിവാഹമായിരുന്നു പറഞ്ഞാൽ ബാസിൽ ഒക്കെ വിശദീകരിച്ചില്ലേ അതിലെ ആ കാര്യത്തിലെ? അത് പിതാവ് കല്യാണം ചെയ്തു കൊടുത്ത ബന്ധം ഒരു ഉണ്ടാക്കാൻ നബിനായിട്ടൊരു ബന്ധം ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അങ്ങനെ മുഹമ്മദ് നബിക്ക് അറിയില്ലേ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുമ്പോ പെൺകുട്ടിയുടെ സമ്മതം വേണമെന്ന്? അല്ല അന്നത്തെ കാലത്ത് ഞാൻ പറയില്ല, അന്നത്തെ കാലത്ത് അത് അങ്ങനെ ഒരു അങ്ങനെയൊന്നുമല്ല, അതൊന്നുമല്ല. എന്നിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പൊ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞ കണക്ക് ഞാൻ വേറൊരു പെൺകുട്ടിനെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് സമ്മതം കൊടുക്കുന്നുണ്ട്. അല്ല അത് പിന്നെ അവര് ആ മഹറൊക്കെ വാങ്ങിക്കൊണ്ട് ഡ്രസ്സ് ഒക്കെ മഹറായിട്ട് കൊടുത്ത് അതൊക്കെ വാങ്ങിക്കൊണ്ടുപോയല്ലോ. ഒന്നുമല്ല, ഇതൊക്കെയാണ് തള്ളി മറിക്കാൻ ഇപ്പൊ പറയണതല്ലേ. കല്യാണം കഴിച്ച ഒരാളോട് ചെന്നിട്ട് പിന്നെ ശരീരം ദാനം ചെയ്ത് തരുമോന്ന് ചോദിക്കൂലല്ലോ. അല്ല ദാനം ചെയ്യുമെന്നല്ല, നിങ്ങൾ പിന്നെ വിവാഹം എന്നല്ല പറഞ്ഞേ. അല്ല നീ എന്റെ ശരീരം എനിക്ക് ദാനം തരുമോ അല്ലെങ്കിൽ നീ നിന്നെ എനിക്ക് സമർപ്പിക്കൂന്നാണ്.
അത് ചിലപ്പോ അവര് അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ പിന്നെ കല്യാണം കഴിഞ്ഞത് അങ്ങനെയാണ് അന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ച് അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷെ ഇത് അയിമൊന്നും നിക്കൂല എന്നുള്ളതാണ്. കാരണം മാര്യത്തുൽ കിബിത്തിയ എന്ന് പറയുന്നത് അതായത് ജ്യേഷ്ഠത്തി അനുജത്തിനെയാണ് കൊടുത്തയക്കുന്നത്. മനസ്സിലായോ? ഷമൂൻ എന്ന് പറയുന്ന ഒരാളുടെ മകള്, 2 പെൺകുട്ടികള്, സിറിനും മാരിയും. ഇവര് രണ്ടുപേരെ, ഇവര് മുസ്ലിങ്ങളൊന്നും അല്ല. ഈ കാര്യമൊന്നും നമ്മളെ പിന്നെ മദ്രസയിലൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഇപ്പൊ ഇതൊക്കെ അങ്ങനെ പൊന്തി വരുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പേരാണ് ചോദില്ല മതിയല്ലോ. ആയിഷത്തും ഹഫ്സത്തും അത് ശരിയാണ്, അത് ശരിയാണ്, അത് പഠിച്ചിട്ടില്ല. മൈമൂനത്തും റംല അല്ലേ? അങ്ങനെ പാട്ടില്ലേ? അല്ല, അതല്ല ഞാൻ പറയണത്. ഇത് അന്ന് തന്നെ വിവാഹമോചനം നടന്നുകൊണ്ടായിരിക്കും ഇതില് പിന്നെ ഉൾപ്പെടുത്താതിരുന്നത് എന്നുള്ളതാണ് ഞാൻ. വിവാഹമോചനം ചെയ്തിട്ടില്ല, ഇവര് മരണപ്പെട്ടു പോവാണ് ചെയ്തത്. വിവാഹമോചനം ചെയ്യണമെങ്കിൽ അടിമ സ്ത്രീനെ വിവാഹം ചെയ്യണ്ട, വിവാഹമോചനം ചെയ്യണ്ട. പിന്നെ ഒരു കുട്ടി ഉണ്ടായി. ഇപ്പൊ ഒരു അടിമ സ്ത്രീയിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കുന്നതോടുകൂടി അവര് ഉമ്മു വലതാവും. ഉമ്മു വലതാവുമ്പോ ഉടമസ്ഥന് അടിമ സ്ത്രീയിൽ കുട്ടി ജനിച്ചാല് ആ കുട്ടി സ്വതന്ത്രനായിരിക്കും. അതേപോലെ തന്നെ ഇയാള് ഭർത്താവ് മീൻസ് ഈ ഉടമ മരിക്കുന്നതോടുകൂടി ആ സ്ത്രീ സ്വതന്ത്രയാവും. ഇതാണ്. അതിൽ ഭാര്യ എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ പോയിന്റ് ഇതല്ല. അതായത് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കത്ത് കൊടുത്തയച്ചിട്ട് അതിന്റെ മറുപടി ആയിട്ടാണ് അടിമക്കുട്ടികൾ വന്നത്. അതാണ്. അല്ല അവര് കൊടുത്തയച്ചു. അപ്പൊ പിന്നെ ഒരാളൊരു സമ്മാനം ആയിട്ട് ഇപ്പൊ ഒരു കൊടുത്തയക്കുമ്പോ പിന്നെ അല്ല അവര് ചെയ്തത് വേറെ ആളല്ലേ? ഇസ്ലാമിലല്ലേ ചെയ്തത്? വേറെ ആളാണ്. ശരി. ഇപ്പൊ നിങ്ങൾ അല്ല, ഞാൻ ഒരു കാര്യം പറയാം. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു കത്ത് എഴുതി. അപ്പൊ നിങ്ങൾക്ക് തൽക്കാലം ആ സംഭവം ചെയ്തു തരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ്. അപ്പൊ അതിന് പകരം നിങ്ങൾ എന്നോട് പിണക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സമ്മാനം കൊടുത്തേക്കാൻ തീരുമാനിച്ചു. അല്ല, അതങ്ങനല്ല. അത് ഞാൻ കേട്ടിട്ടുള്ള അത് പിന്നെ അപ്പൊ തൽക്കാലം അവരെ ഞാൻ ഒരു പിണക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു സമയം കൊടുത്തു. പിന്നെ അവര് ഈജിപ്തൊക്കെ കീഴടക്കുന്നുണ്ടല്ലോ ഉമറിന്റെ കാലത്തില്. പിണക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾക്ക് സമ്മാനം കൊടുത്തേക്കും. നിങ്ങൾ എനിക്ക് സമ്മാനം കൊടുത്തേക്കാണ്, എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്താന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയിട്ടല്ലേ കൊടുത്തേക്കാം. അല്ല, അന്നത്തെ ഒരു കാലം അതായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞത് കാലം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇതൊക്കെ അംഗീകരിച്ചു തരാം, ഒന്നും കുഴപ്പമില്ല. പക്ഷെ ആ കാലം എന്ന് പറയുന്നിടത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിന്റെ പരിമിതിയായിട്ട് പറയുമ്പോ ആ പരിമിതി ഉള്ള ഒരു സാധനം നമുക്ക് എല്ലാ കാലത്തേക്കും മാറ്റമില്ലാതെ തുടരാൻ കഴിയുന്ന ഉത്തമമായ ഒരു പദ്ധതി ആവില്ലല്ലോ. അതിന് മാറ്റങ്ങൾ ആവശ്യമാവും. പരിഷ്കരണങ്ങള് പിന്നെ വേണ്ടി വരും. ശരിയാണ്. അത് വിശ്വാസി സമൂഹം സമ്മതിച്ചാൽ ഈ വിമർശനങ്ങൾക്കൊന്നും പിന്നെ പ്രസക്തിയില്ല. അന്ന് അങ്ങനെയായിരുന്നു. ഇന്ന് നമ്മൾ അറിവ് നേടി പുതിയ കാലത്താണ് ജീവിക്കുന്നത്, പുതിയ ലോകത്താണ്. അപ്പൊ നമ്മൾ കുറെ പഴയ കാര്യങ്ങൾ നല്ലതല്ലാത്ത നമ്മൾ ഒഴിവാക്കും, പുതിയ കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ അത് എടുക്കും. അങ്ങനെയാണ്. അങ്ങനെ ഒരു വാദം ഇസ്ലാമിനുണ്ടെങ്കിൽ പിന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്നതിൽ അർത്ഥമല്ല. വാദം ഇസ്ലാമിന് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ആ വാദം ഇസ്ലാമിന് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ബോധം വിശ്വാസികൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ പണി. അല്ല, ഇപ്പൊ നമ്മളെ നാട്ടിലിപ്പോ മുസ്ലിങ്ങൾ പരിഷ്കരിക്കണ്ടല്ലോ അല്ലേ? പഴയ കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില്. അതുകൊണ്ടല്ല നമ്മൾ മുസ്ലിങ്ങളോടല്ല പ്രശ്നം, നമ്മൾ ഇസ്ലാമിനോടും ഇതിന്റെ ഇതേ രീതിയിൽ. ഇപ്പൊ ഇന്നൊരാള് ഇപ്പൊ ഈ അടുത്തൊരു ദിവസം ഞാൻ കേട്ടൊരു വയല്, ഞാനിപ്പോ ഇന്ന് അതിനെ റിയാക്ട് ചെയ്യാൻ പോവാണ്. അതായത് അയാൾ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ആരെങ്കിലും ഒക്കെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോ ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് എന്തിനാണ് നിങ്ങൾ പറയണത്? ഇസ്ലാമിൽ ഉള്ളത് പോലെ പറഞ്ഞോളി. അല്ല, അത് പറയുന്ന പണ്ഡിതന്മാരാണ് ഇപ്പൊ ദീനിന് ക്ഷീണം വരുത്തുന്നത്. ഇപ്പൊ ഒരു ഉസ്താദ് പറഞ്ഞില്ലേ, നബി ഭാര്യയും ഭർത്താവും പോവാണെങ്കിൽ നിക്കാൻ പറഞ്ഞ അവിടെ നിക്കണം എന്നൊക്കെ. എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പ്രവാചകനെ കുറിച്ച് ഒരു ഉസ്താദ് ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ. അത് കേൾക്കുന്ന ആള് ഇതിൽ എന്ത് മാതൃകയാണെന്ന് ചിന്തിച്ച പോലെ കുറ്റം പറയാൻ പറ്റും. അതെ, അതന്നെ. ഇവരിപ്പോ എന്ത് പഠിച്ചിട്ടാണ് ഇതൊക്കെ പറയണെന്നുള്ള ഞാൻ ഓർക്കണേ. ഇത് എഴുതി വെച്ചവന്മാരെ കഥകളെന്ന് ആലോചിക്കി, പറയണ മൊയന്തുകൾ പോട്ടെ. ഇത് കിതാബിൽ എഴുതി വെച്ച പോലെ കാര്യം ആലോചിക്കി നിങ്ങള്. അല്ല, കിതാബിലുണ്ടോ അങ്ങനെയാണോ അല്ലേ എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ പോലത്തെ വിശ്വാസികളെ, നമ്മളെ പോലുള്ള വിശ്വാസികളെ എന്ന് പറഞ്ഞാല് നമ്മളൊരു അറ്റത്തുനിന്ന് അടുക്കാൻ തുടങ്ങിയാൽ ചിലപ്പോ ഭൂമിനെ ചുറ്റി വരാനുള്ള അത്രയും കിതാബുകൾ ഉണ്ടാവും. അല്ല, ഇവരിപ്പോ ദീന് പ്രചരിപ്പിക്കാന്നല്ല, ഇവര് തമ്മിൽ സംഘടനയായിട്ട് പിരിഞ്ഞുകൊണ്ട് അതിനോട് ഒരു യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. സംഘടനയായിട്ട് പിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുക. നമ്മളിതൊക്കെ കണ്ട് അല്ല, നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ നബിനെ കണ്ടക്കണ ലോകാവസാനം വരെ മാതൃക കാണിക്കാനായി അവതരിപ്പിച്ച് നമ്മളൊരു പിന്നെ പ്രിയപ്പെട്ട ഒരാളായിട്ടാണ് നമ്മൾ. ഇപ്പൊ നിങ്ങള് ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഒന്നിനും കൊള്ളാത്ത ഒരാൾ എന്നുള്ള രീതിയിലല്ല എന്നെ സംബന്ധിച്ച്. അങ്ങനെ വെച്ചാല്
ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന അത്രയും പരിശുദ്ധമായ ഒരു മാതൃക ഒന്നും നമുക്ക് ഇന്ന് അതിനകത്ത് ഇല്ല. ഇപ്പൊ വിവാഹ ജീവിതത്തിൽ പോലും നമുക്ക് മാതൃകയില്ല. കാരണം എത്ര കല്യാണം കഴിക്കണേ? അല്ല, എല്ലാരോടും തുല്യ പിന്നെ നീതി പുലർത്തണം. ഇല്ല. കാരണം ഹഫ്സയാണെന്ന് തോന്നുന്നു. ഓരോ ദിവസം സൗദയാണോ എനിക്ക് അറിയില്ല. സൗദയാണോ ഹഫ്സയാണോ എനിക്ക് ഓർമ്മയില്ല. പിന്നെ മുഹമ്മദ് നബിന്റെ അടുത്ത് നിന്നിട്ട്, അതായത് സൗദയായിരിക്കും, നിങ്ങൾ ഇന്റെ ഊഴം കൂടി നിങ്ങൾ ആയിഷക്ക് കൊടുത്തോളി, എന്നാലും എന്നെ കാര്യം തീർക്കരുത് എന്ന് പറയാൻ വേണ്ടി റോട്ടുമക്കത്ത് കാത്തു നിൽക്കുന്ന ഒരു രംഗമുണ്ട് ഹദീസില്. മുഹമ്മദ് നബിന്റെ ഒരു ഭാര്യ, അതായത് എന്റെ ഊഴം നിങ്ങൾ ആയിഷക്ക് കൊടുത്തോളി, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കാര്യം തീർക്കരുതേ എന്ന് മുഹമ്മദ് നബി ഒരു വിവേചനം കാണിക്കുന്നു എന്നുള്ളതല്ലേ എന്റെ അർത്ഥം. കാര്യം തീർക്കാൻ പോകുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ടാണത്. അതെന്ത് വിഷയം അറിയില്ല. ഏതായാലും ഞാൻ ഒന്ന് രണ്ട് ഫ്രണ്ട്സുകളൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഉസ്താദിനെ കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് വിളിപ്പിക്കാൻ പറ്റുമോ? എന്തെങ്കിലും കാര്യങ്ങൾ ഉസ്താദ് സംസാരിച്ചതിന്റെ നല്ല അറിവുള്ള ആളാണ്. നിങ്ങളെ ഈ നമ്മളോട് പറയണ മാതിരിയുള്ളതൊന്നും നടക്കും തോന്നുന്നില്ല. നിങ്ങൾ ഉസ്താദും കൂടി വിളിച്ചിട്ട് ഇന്നൊരു കോൺഫറൻസ് കോൾ എടുത്തോളി, നിങ്ങൾ കേട്ടോളി, ഉസ്താദ് ചോദിക്കും പറയും ചെയ്യട്ടെ. അല്ല, പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ കേൾക്കാലോ, അത് വിഷയമല്ല. പക്ഷെ ഉസ്താദ് പറയണത് സംസാരിക്കലേന് നമ്മളെ നാട്ടിലുണ്ടേ, നമ്മളെ പള്ളിയിലുള്ള ഉസ്താദിനാണ്. നമ്മളെ ഒരു നല്ല സൗഹൃദമായിട്ട് ഇടപെടുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ല ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, നമ്മള് മുർത്തതല്ലല്ലോ. നമ്മൾ ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് പണ്ഡിതന്മാര് അത് തിരുത്താൻ തയ്യാറാണില്ല എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോ അത് ഇപ്പോ ഞാൻ പറഞ്ഞില്ല, സാധാരണക്കാരൻ വിളിച്ചു കണ്ട് നെഞ്ഞത്തടിക്കാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ അറിയുമ്പോ അതൊരു നമ്മളൊരു ഇസ്ലാമിനൊരു മോശമാണല്ലോ. അങ്ങനെ തെറി പറയാനൊക്കെ ചെയ്യേണ്ടത് ഞാൻ അതിനോട് യോജിക്കാത്ത ആളാണ്. നമ്മൾ ക്ലാരിറ്റി വരുത്താണ് വേണ്ടത്. ഏതായാലും ഞങ്ങൾ നോക്കട്ടെ, രണ്ട് ഫ്രണ്ട്സുകൾ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഉസ്താദിനെ കൊണ്ട് തന്നെ ഒന്ന് വിളിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ആയിക്കോട്ടെ. ശരി.